بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله ما شاء الله كان لا حول ولا قوة إلا بالله العلي العظيم تفصيل عشر منهم جبريل ميكال إسرافيل أزرائيل منكر نكير ورقيب وكذا عتيد مالك ورضوان احتدى تفصيل عشر منهم جبريل ആ മലക്കുകളിൽ നിന്ന് 10 പേരുടെ വിശദാംശങ്ങൾ 10 പേരെ നാം വിശദമായിട്ട് നാം അറിയേണ്ടതുണ്ട്. ഒന്നത് ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ഈ മലക്കുകൾ, ഈ പറയപ്പെട്ട മലക്കുകൾ 4 വിഭാഗമായിട്ട് നമുക്ക് ഓഹരി ചെയ്യാൻ പറ്റും. ഒന്ന് അൽ മുതസറിഫൂൻ എന്നൊരു വിഭാഗം. മുതസറിഫ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം, കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അത് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം, ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അതിൽപ്പെട്ട മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മറ്റൊരു വിഭാഗം ഏതാണ്? മുതസറിഫൂനെ കൂടാതെ ഫാത്തിനൂൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഫാത്തിനൂൻ, അതായത് മനുഷ്യനെ പരീക്ഷിക്കാനും അവരുടെ ഈമാനും കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് രേഖപ്പെടുത്താനും ശിക്ഷ, രക്ഷകള്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് നിയോഗിക്കപ്പെട്ട മലക്കുകൾ, അതാണ് ഫാത്തിനൂൻ. അതുപോലെ ഹാഫിളൂൻ, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മലക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളാണ് മൂന്നാമത്തത്. പിന്നെ ഖാസിനൂൻ. ഇങ്ങനെ 4 ഇനമാണ്: മുതസറിഫൂന, ഫാത്തിനൂന, ഹാഫിളൂന, ഖാസിനൂൻ. ഇതാണ്. അപ്പൊ ഈ മുതസറിഫൂന എന്ന് പറഞ്ഞപ്പെട്ടവരാണ് ആര്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്രാഫീൽ, അസ്റായീൽ, ഈ 4 മലക്കുകൾ. അതാണ് തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്റായീലു. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിം സ്വലാത്തു വസ്സലാം. ഇവരാണ് മുതസറിഫുകൾ എന്നാണ് ഇവർക്ക് പറയപ്പെടുന്നത്. എന്താണ് ജിബ്രീലിന്റെ പ്രധാന ഡ്യൂട്ടി? വഹിയായിരുന്നു. അതായത് അള്ളാഹുവിന്റെ വെക്കുന്നുള്ളതായിരിക്കുന്ന ഖബറുകളൊക്കെ അംബിയാ മുർസലുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജോലി. ബഹുമാനപ്പെട്ട ഇമാം ജലാൽ സുയൂത്തിന് തങ്ങൾ പറയുന്നു, വുളു എടുത്തുകൊണ്ട് മരിക്കുന്ന വ്യക്തിയുടെ ഹദറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങും. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കേട്ടോ. വെറും വഹി മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് എന്തും കൂടിയുണ്ട് എന്ന് പറയുന്നത്. വുളുവോടുകൂടെ മരിക്കാൻ സാധിക്കുന്ന ആളുകളുടെ ഹദറത്തില് ആരിറങ്ങും? മഹാനായ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ജിബ്രീൽ ഇറങ്ങുകയില്ല എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ജിബ്രീൽ വഹിയും കൊണ്ട് ഇറങ്ങൂല എന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മനസ്സിലായില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് ഇറങ്ങൂല എന്നുള്ളത് ശരിയാണ്. കാരണം വഹി നിലച്ചു. ഇത് റിസാലത്തും നുബുവത്തും നിലച്ചത് കൊണ്ട് തന്നെ വഹി നിലച്ചിട്ടുണ്ട്. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങൂല എന്നുള്ള വാദം അത് ശരിയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, വുളുവോടുകൂടെ മരിക്കുന്ന ആളുടെ അടുക്കലേക്ക് അങ്ങനെ പല വിഷയത്തിലൊക്കെ ഇറങ്ങും. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലൊക്കെ ഇറങ്ങും പറഞ്ഞല്ലേ. പിന്നെ മീകായിൽ അലൈഹിസ്സലാമിന്റെ ജോലി എന്താ? മഴ, സമുദ്രത്തിന്റെ കാര്യങ്ങള്, മഴകള്, നദികള്, ഭക്ഷണങ്ങള്, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, അതുപോലെ പിന്നെ വേറെ ഏതൊക്കെയാണ്? അതെ, തസ്വീറിൽ അജിന്നത്തി ഫിൽ അർഹാം,
അത് ഇടിമിന്ന്. അപ്പം ഈ മഴ എന്നുള്ളതിൽ ഏത് പെട്ടു? ഇടിമിന്ന് കാറ്റ് എന്നുള്ളതൊക്കെ അതിനോടനുബന്ധിച്ച് വരുന്നതാണല്ലോ മഴ. അതൊക്കെ പെട്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. അതുപോലെ തന്നെ ഗർഭാശയങ്ങളിൽ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുക, ആണെന്നോ പെണ്ണെന്നോ ഒക്കെ രൂപപ്പെടുത്തുന്നുണ്ടല്ലോ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മീകായിൽ അലൈഹിസ്സലാമാണ്. പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ജോലി എന്താ? അപ്പൊ ജിബ്രീല്, മീകായിൽ, ഇസ്രാഫീൽ. വളരെ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കുറച്ച് വിശദമായ നിലക്ക് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ ഇസ്രാഫീൽ അലൈഹിസ്സലാം മുവക്കലും ബിൽ ലൗഹിൽ മഹ്ഫൂദ് വൻ നഫ്ഖ് ഫിസ്സൂരി, ലൗഹുൽ മഹ്ഫൂദിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആര്? സൂറെന്ന കാലത്തിൽ ഊതുക എന്നുള്ളത് മാത്രല്ല, ഏത് കാര്യം കൂടിയും, ഏത് ഡ്യൂട്ടിയും കൂടി ഉണ്ട്? ലൗഹുൽ മഹ്ഫൂദിന്റെ ഡ്യൂട്ടിയും കൂടിയും ആർക്കുണ്ട്? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമിനുണ്ട്. എന്താണ് ഈ സൂറെന്ന കാഹളെന്ന് പറയുന്നത്? സൂറെന്ന കാഹളെന്ന് പറഞ്ഞാല് അതൊരു പ്രകാശം കൊണ്ട് നിർമ്മിതമായ ഒരു കുയലാണ്. പ്രകാശത്തിനാൽ നിർമ്മിതമായ ഒരു കുയലാണ്. അതിൽ കുറെ ദ്വാരങ്ങളുണ്ട്. ഏത്? മനുഷ്യ ആത്മാക്കളുടെ എണ്ണത്തിനനുസരിച്ച്. നമ്മൾ കഴിഞ്ഞ തഹാവിയുടെ അഖീദത്ത് തഹാവിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അന്ന് കേട്ടിരുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പം ആത്മാക്കളുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് ഈ കുയലിൽ എന്തുണ്ട്? ദ്വാരങ്ങളുണ്ട് എന്നുള്ള. അങ്ങനെ ആത്മാക്കളുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ദ്വാരങ്ങളുള്ള പ്രകാശത്തിനാലുള്ള ഒരു കുയലാണ് സൂർ എന്ന കാളം എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇങ്ങനെ കാളം പിടിച്ച് നിൽക്കാറില്ല, ഇങ്ങനെ അതെന്തോന്നാണ്, ഇതാണ് സാധനം. എന്നിട്ട് അതിൽ ഊതുന്നു, 2 ഊത്ത് ഊതും, 2 ഊത്ത് അതിലൂതും. ഒന്നാമത്തെ ഊത്ത് അതില് എല്ലാ സൃഷ്ടികളും മരിക്കും. എല്ലാ സൃഷ്ടികളും മരിക്കും. ഇല്ലാ മാഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞല്ലോ കുറച്ചില്ലേ, കുറഞ്ഞ ആളുകള്, കുറഞ്ഞ ഒരു 6, 7, 8, 9 പെണ്ണിട്ടുണ്ട് ചിലര്. ഏതായിരുന്നാലും 7, 8 വിഭാഗം ഒഴിച്ചിട്ടുള്ള എല്ലാവരും ഒന്നാമത്തെ ഊത്തിൽ മരിക്കും. ഏതൊക്കെയാണ് ഈ ഒഴിവാക്കപ്പെട്ട ഈ 7 വിഭാഗം നോക്കുക? അർഷ്, കുർസ്, ലൗഹ്, കലമ്. മനസ്സിലായില്ലേ? അർഷും കുർഷും ലൗഹും കലമും നശിക്കൂല. അതുപോലെ തന്നെ സ്വർഗ നരകങ്ങൾ നശിക്കില്ല. അതുപോലെ മനുഷ്യാത്മാക്കൾ എന്ന് പറയാം, ആത്മാക്കൾ എന്ത് ചെയ്യില്ല? നശിക്കില്ല. അതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്തായിരുന്നു? അല്ലാഹുമ്മ സ്വല്ലി വസല്ലം ബാരിക് അലൈഹി. ശുഹദാക്കളുടെ ശരീരം തുടങ്ങിയതൊക്കെ പെട്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ആളുകളല്ലാതെ മറ്റെല്ലാ സൃഷ്ടികളും നശിച്ചു പോകുന്ന ഊത്താണ് ഒന്നാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് എല്ലാ സൃഷ്ടികളെയും പുനർജീവിക്കപ്പെടുന്ന ഊത്താണ്. മനസ്സിലായില്ലേ? ഒരൊറ്റ ഊത്തൂതിയാല്, രണ്ടാമത്തെ ഊത്തൂതിയാല് ആ അർവാഹുകളെല്ലാം, ഈ ഇവിടെ പറഞ്ഞല്ലോ എങ്ങനത്തെ ഇതൊരു കോയൽ, ആ കോയിലുള്ള റൂഹുകളെല്ലാം അതിന്റെ ശരീരങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഊത്താണ്. ഒരൊറ്റ ആത്മാവും തന്റെ ശരീരത്തിൽ നിന്ന് പയച്ചു പോവില്ല. ഈ ഒരു ആത്മാവ് അതിന്റെ ശരീരം ഏതാണോ അതിലേക്ക് തന്നെ ആയിരിക്കും അത് പോവുക. അത് പയച്ച് വേറെ ശരീരത്തിൽ കയറുന്ന പ്രശ്നമല്ല. പേക്കാതെ തന്നെ ഓരോ ആത്മാക്കളും അവരുടെ ശരീരങ്ങളിലേക്ക് എത്തിപ്പെടും. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലോ, മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഏണത്തിൽ ഇപ്പൊ 8 പറഞ്ഞല്ലോ, നമ്മളേത് അജബുദ്ദനബ് എന്ന് പറഞ്ഞ ഉജുബുദ്ദനബ് എന്ന് പറഞ്ഞത്. അതായത് മനുഷ്യന്റെ നട്ടെല്ലിന്റെ അവസാന ഭാഗത്ത് കാണുന്ന ഒരു എല്ലുണ്ട്, അത് നശിക്കൂല എന്നുള്ള, അതിൽ നിന്നാണ് മനുഷ്യന് രണ്ടാമതായി പുനർജീവിക്കപ്പെടുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഊത്തൂതി കഴിഞ്ഞാൽ ഈ ശരീരത്തിലേക്ക് ആത്മാക്കൾ എന്ത് ചെയ്യുന്നതാണ്? തിരിച്ചു വരുന്നതാണ്. ജുബുദ്ദനബ് അങ്ങനെയല്ല പറയാം. അപ്പോ എത്ര വർഷം ഉണ്ടെന്ന ഈ ഒന്നാമത്തെ ഊത്തിന്റെ ഇടയിൽ രണ്ടാമത്തെ ഊത്തിന്റെ ഇടയിൽ എത്ര വർഷം ഉണ്ടെന്ന് പറഞ്ഞത്? 40 വർഷം ഉണ്ടെന്നാട്ടാ. ഒന്നാമത്തെ ഊത്ത് ഊതി ഉടനെ തന്നെ മറ്റോ ഊതൊന്നും കൂട്ടണ്ട. 40 വർഷത്തോളം ഒരു കാലാവധി ഉണ്ടാവും ഇതിന്റെ ഇടയിൽ എന്നുള്ളതാണ്. എന്താ അതിന് തെളിവുകളൊക്കെ ഉണ്ടോ വെച്ചാൽ ഇങ്ങനെ രണ്ടാമതായിട്ട് ഖുർആനിൽ തെളിവുണ്ട്. വനുഫിഖ ഫിസ്സൂരി
വനുഫിഖ ഫിസ്സൂരി ഫസയിഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون വനുഫിഖ ഫിസ്സൂരി സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഊതപ്പെട്ടാൽ ഫസയിഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ആകാശങ്ങളിലും ഭൂമികളിലുള്ള സർവവും അങ്ങനെ നശിച്ചുപോകുന്നു. നശിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എനിക്കറിയില്ല ഇവര് ഹിന്ദുക്കള് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. അത് നശിക്കൂല. നശിച്ചാലും അതിന്റെ അംശം ഉണ്ടാവുമല്ലോ. അത് നശിക്കൂല എന്ന് വെച്ചാൽ അതവിടെ അവശേഷിക്കും. അവരെങ്ങനെ കാട്ടണം നമുക്കറിയില്ല. ഏതായാലും അത് നശിക്കൂല എന്നുള്ളത് തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്. പിന്നെ അപ്പോ ആകാശഭൂമികളിലുള്ള വമൻ ഫിൽ അർളി ആകാശഭൂമികളിലുള്ള സർവ്വരും നശിച്ചു പോകും. ഇല്ലാ മൻ ശാ അല്ലാഹ് അല്ലാഹു തആല ഉദ്ദേശിച്ചതൊഴിച്ച്. അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ച വിഭാഗം ഒഴിച്ച്. അതാ നമ്മൾ നേരത്തെ എണ്ണിയത്. നേരത്തെ എണ്ണിയ അതൊക്കെയാണ് അർശ്, കുർസി, ലൗഹ്, കലമ്, സ്വർഗം, നരകം, അർവാഹുകള് 7 എണ്ണി. പിന്നെ നമ്മൾ ഉജുബ് ദനബ് എന്ന് പറഞ്ഞത് എണ്ണി. അങ്ങനെ 8 9 ആയിട്ട് എണ്ണിയ ആളുകളുണ്ട്. ഏതായാലും ഇല്ല. ഇങ്ങനെ ഈ 8 വിഭാഗം ഒഴിച്ചിട്ടുള്ള 8 വിഭാഗം ഒഴിച്ചിട്ടുള്ള എല്ലാം എന്ത് ചെയ്യും? നശിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇല്ലാ മൻ ശാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗം നരകമൊക്കെ പെടുട്ടാ. പിന്നെ അപ്പൊ സ്വർഗം നരകം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ്, നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ നശിക്കുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ ആത്മാക്കൾ നശിക്കുന്ന പ്രശ്നമില്ല. പിന്നെ അപ്പതാ ഇനി എന്താണ്? അപ്പോ ജിബ്രീല്, മീകായില്, ഇസ്രാഫീലും പറഞ്ഞു. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ ജോലി എന്താ? അസ്രായിൽ അലൈഹിസ്സലാമിന്റെ ജോലി സൃഷ്ടികളുടെ ആത്മാവിനെ പുറത്തെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. റൂഹുള്ളത് മനസ്സിലായില്ലേ? റൂഹുള്ള സാധനം അതിന്റെ ആ റൂഹ് നിലകൊള്ളുന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മനുഷ്യന്മാരത് മാത്രമാണെന്ന്. അത് കൊതുവാണെങ്കിലും ഈച്ചയാണെങ്കിലും പിന്നെ ചെള്ളാണെങ്കിലും അത് ഹക്കിന്റെ അഹലുകാരുടെ അഭിപ്രായം എന്താണ്? ഏത് വസ്തുവിന്റെയും റൂഹ് ആരിനെ പിടിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇസ്രായിൽ അലൈഹിസ്സലാം തന്നെയാണ് പിടിക്കുന്നത് എന്നുള്ള മുഅ്തസിലാക്കൾ പറയുന്നുണ്ട്. പിന്നെ ആരുടെ പിടിക്കൂല? മനുഷ്യന്റെതും ജിന്നിന്റെതും മലക്കുകളുടെയും പക്ഷികളുടെതൊന്നും പിടിക്കപ്പെടൂല എന്ന് പറയുന്നുണ്ട് അവര്. അത് ശരിയല്ല. മനുഷ്യന്റെതും ഇതെല്ലാം പിടിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. വേറൊരു കൂട്ടർ പറയുന്നത് എന്താണ്? ലാ യഖ്ബുൽ അർവാഹൽ ബഹായിമി, മൃഗങ്ങളുടെ ആത്മാവ് പിടിക്കൂല എന്നുള്ളതാണ്. അതിലേക്ക് നാം ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. എല്ലാ വസ്തുക്കളുടെയും ജമീഉൽ ഖലായിഖ് എന്നാ പറഞ്ഞ അൽ അർവാഹുൽ ഖലായിഖ്, റൂഹുള്ളതിന്റെ ഒക്കെ റൂഹ് പിടിക്കും. റൂഹുള്ളതിന്റെ മുഴുവൻ റൂഹുകൾ പിടിക്കും. ഈ ചെള്ളു, കൊതു ഇതുപോലെ വസ്തുക്കളാണെങ്കിൽ പോലെ എല്ലാത്തിന്റെയും. അപ്പോ ഒരുപക്ഷെ എന്തായിരിക്കും? പിന്നെ അസ്രായിൽ അലൈഹി സ്വലാം ഒരുപാട് സഹായികളുണ്ട് എന്നുള്ള മനസ്സിലായില്ലേ? അസ്രായിൽ അലൈഹി സ്വലാമും സഹായികളുണ്ട്. സഹായികളടക്കമായിരിക്കും റൂഹിനെ പിടിക്കുന്നത്. പിന്നെ ആവാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ബാജുരി ഇമാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഹായികൾ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അപ്പൊ എന്താണ് ആ മലക്കിന്റെ കോലം എന്ന് പറയോ? മലക്കുൻ അലീമുൻ ഹായിലുൽ മൻദർ റഅ്സുഹു ഫിസ് സമാഇൽ ഉല്യാ വരിജ്ലാഹു ഫീ തുഖൂമിൽ അർളി സുഫ്ലാ. ഉണ്ടോ? തല അനാകാശത്തിന്റെ മുകളിലാണ്. ഏറ്റവും മുകളിലുള്ള ആകാശത്തിലാണ് തലയുള്ളത്. 2 കാലാണെങ്കിലോ ഭൂമിയുടെ കടിയിലേക്ക് പോകുക, അതിന്റെ അങ്ങേയറ്റത്ത് വരെ എത്തുന്നതാണെന്നുള്ള. ലൗഹുൽ മഹ്ഫൂദി, ലൗഹുൽ മഹ്ഫൂദിലേക്കാണ് മുഖമുള്ളത്. ലൗഹുൽ മഹ്ഫൂദിലേക്കാണ്. വൽ ഖൽഖു ബൈന ഐനൈഹി, സൃഷ്ടികളൊക്കെ തന്റെ കണ്ണിന്റെ ഇടയിലാ. മനസ്സിലാക്കണം നിങ്ങളിപ്പോ ഈ ഭൂമിയിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? അമേരിക്കയിലുള്ള ഒരാളെ പിടിക്കുന്ന അതേ സമയത്ത് ഇങ്ങകലെ ജപ്പാനുള്ള ആളെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങേ അറ്റത്തുള്ള കിഴക്ക് ഭാഗത്തുള്ളതും പടിഞ്ഞാറ് ഭാഗത്തുള്ളതും തമ്മിൽ ഒരേ സമയത്ത് പിടിക്കുക. അതൊന്നും ഒരു സംശയം ആരും പ്രകടിപ്പിക്കേണ്ടതില്ല. സൃഷ്ടികൾ മുഴുവനും തന്റെ കൺമുമ്പിലാ. അതിങ്ങനെ ഒന്നും മറിഞ്ഞു പോവൂല.
വലഹു അവാനുൻ ഉണ്ടോ, ഒരുപാട് സഹായികൾ ആർക്കുണ്ട്? ജിബ്രീൽ അലൈഹി സ്വലാമിന് ഒരുപാട് സഹായികളുണ്ട്. പിന്നെ സത്യവിശ്വാസികളാണെങ്കിലേ സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കൽ എങ്ങനെയാണ്? നല്ല രൂപത്തിൽ വന്നുകൊണ്ടായിരിക്കും. സത്യവിശ്വാസിയുടെ അടുക്കൽ നല്ല രൂപത്തിലാണ് മലക്കൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വരുന്നത്. അപ്പൊ ചില പിന്നെ പുത്തൻ പ്രസ്ഥാനക്കാര് മൗലവിമാരടക്കമുള്ളവർ എന്ത് ചെയ്യാറുണ്ട്? സംശയം പറയും, ഈ മലക്കൽ മൗത്ത് എന്നല്ലേ ഖുർആനിലെ ഹദീസിലൊക്കെ വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് എവിടുന്ന് ഇത് അസ്റായിൽ എന്ന് പേര് കിട്ടിയത്? അസ്റായിൽ, മലക്കൽ മൗത്തിന്റെ പേര് അസ്റായിലാണെന്ന് ചില അസറുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനെ മറുപടി പറയാനുള്ളത്. ചില അസറുകളിലൊക്കെ അസ്റായിൽ അലൈഹിസ്സലാം എന്നതിന് പേര് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ പഠിച്ചതിനൊന്നും ഒരു മാറ്റം വരുത്തേണ്ടതില്ല. മാറ്റം വരുത്തുന്നവരും വരുത്തിക്കൊണ്ടിരിക്കുന്നതും അവർ തന്നെ. അവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പിടിച്ചത് എന്താണ്? നമ്മൾ ഒരുത്തനെ പിടിക്കുകയാണെങ്കിൽ കരുത്തനെ പിടിക്കണം എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ തന്നെ ജനിക്കുകയും അത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ തൗഫീക്ക് നൽകി അള്ളാഹു തആല അത് നിലനിർത്തി തരുമാറാവട്ടെ. ഇതാണ് നമുക്ക്. അപ്പൊ നമ്മൾ പഠിച്ചത് മാറ്റേണ്ട വിഷയമില്ല. മറ്റുള്ളവർ എങ്ങനെയാണ്? അവർ പുറത്തുനിന്ന് കയറി വന്നവർ തന്നെയാണ്. അവർക്കും പലതും മാറ്റേണ്ടിയും തിരുത്തേണ്ടിയും ഒക്കെ വരുന്നുണ്ട്. ആ ഗതികേട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും നമ്മൾ അസ്റായീൽ അലൈഹിസ്സലാം എന്ന് പിന്നെ പറഞ്ഞത് അത് തിരുത്താനോ മാറ്റാനോ നിൽക്കേണ്ടതില്ല. അദ്ദേഹത്തിന് അങ്ങനെ പേരുള്ളതായിട്ട് അസറുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇനി മറ്റെന്താണ്? അപ്പോ ഈ 4 മലക്കുകളെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നാം നൽകി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതാണ് പിന്നെ മുത്തസറിഫൂന ഫാത്തിനൂന എന്ന് പറഞ്ഞു. എന്താണ് ഫാത്തിനൂന? ഫിത്തനക്കാരായ. അതായത് ഫിത്തന വെച്ചാൽ അവരെ കൊണ്ട് ഫിത്തന ഉണ്ടായിത്തീരും. അതായത് ഒന്ന് മുങ്കറാണ്, നക്കീറാണ്. എന്താണ് മുങ്കർ നക്കീർ? മലക്കാനി അസ്വദാനി യഖ്റുഖാനിൽ അർള ബിഅന്യാബിഹിമാ ലഹുമാ ശൂറുൻ മസ്ദൂദുൻ യജുറാനിഹാ അലൽ അർളി അബ്സാറുമാ കൽ ബർഖിൽ ഖാതിഫി. അതെ. അപ്പൊ മുങ്കർ നക്കീർ എന്ന് പറയുന്നത് മലക്കാനി അസ്വദാനി, കറുത്ത 2 മലക്കുകളാകുന്നു. യഖ്റുഖാനിൽ അർള ബിഅന്യാബിഹിമാ, അവരുടെ തേറ്റ കൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ത്തിറങ്ങും. ഭൂമിയിലേക്ക് ഇങ്ങട്ടെ അവരെ പല്ലുണ്ടല്ലോ, തേറ്റാന്ന് നമ്മൾ പറയുന്നേ, ആ പല്ല് എന്ത് ചെയ്യുന്നതാണ്? ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. ലഹുമാ ശൂറുൻ, അവർക്ക് എന്തുണ്ട്? മുടികളുണ്ട്. എങ്ങനെയുള്ള മുടികളാണ്? മസ്ദൂദ്, അതിങ്ങനെ അത് യജുറാനിഹിം അല്ലറ, ഭൂമിയിലൂടെ വലിച്ചേച്ച് നടക്കുന്ന മുടി അവർക്കുണ്ട്. മനസ്സിലായില്ലേ? ഭൂമിയിലൂടെ വലിച്ചേച്ച് നടക്കുന്ന മുടി അവർക്കുണ്ട്. പിന്നെന്താ? അവരുടെ കണ്ണാണെങ്കിൽ അബ്സാറുഹുമാ കൽ ബർഖിൽ ഖാതിഫി, അവരുടെ കണ്ണാണെങ്കിൽ മിന്നൽ പോലെ വെട്ടിത്തിളങ്ങുന്ന മിന്നൽ പോലെയായിരിക്കും കണ്ണ്. വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട് അസ്റഖാനി അയ്നുഹുമാ കഖുദൂരിൻ ഹാസ്, നീലക്കണ്ണുകളായിരിക്കും. നീലക്കണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കണ്ണ്? ചെമ്പിന്റെ ചട്ടികളെ പോലെ ഇരിക്കുന്ന, ചെമ്പും ചട്ടി ഉണ്ടാവുമല്ലോ സുഹൃത്തുക്കളെ, ചെമ്പിന്റെ ചട്ടികൾ കണ്ടില്ലേ? ചെമ്പ്. അപ്പോ ചെമ്പിൻ ചട്ടികളെ പോലെ കണ്ണുകൾ എന്നും നീലക്കണ്ണുകളായിരിക്കും എന്ന് മുന്നുണ്ട്. വസ്വാത്തുഹുമാ കർഅദിൽ ഖാസിഫി, ഇടിവെട്ടും പോലെയുള്ള ശബ്ദമാണ് അവർക്കുള്ളത്. മുങ്കർ നക്കീറിനെ ഇടിവെട്ടുന്നത് പോലെയുള്ളതായിരിക്കുന്ന ശബ്ദമാണ് അവർക്കുള്ളത്. പിന്നെയോ കർഅദിൽ ഖാസിഫി ഇദാ തകല്ലമ, എന്താണ്? അവർ സംസാരിക്കുകയാണെങ്കിൽ ഇടിവെട്ടുന്നത് പോലെ ശബ്ദമാണ് അവർക്കുണ്ടാവുക. യഖ്റുജു മിൻ അഫ്വാഹിമാ കന്നാർ വന്യാബുഹുമാ കസയാസി. അല്ലാഹു അക്ബർ. അവരുടെ വായിൽ നിന്ന് തീയാണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ആ രൂപം? സുബ്ഹാനല്ലാഹ്, നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. സയാസി ഇവിടെ വേണ്ട, അതാ ഖുർഫത്ത് ദീനിയ, ഖുർഫത്ത് സിയാസിയ. അപ്പൊ എന്താണ്? ബഹുമാനപ്പെട്ട മലക്കുകളുടെ രൂപം എന്താണ്? അവരുടെ ശബ്ദം വല്ലാത്ത
സംസാരിക്കുകയാണെങ്കിൽ ഇടിവെട്ടുന്നത് പോലുള്ള ശബ്ദമാണ് അവർക്കുള്ളത്. അവരുടെ വായിൽ നിന്ന് അഗ്നിയാണ് പുറപ്പെടുന്നത്. അവരുടെ തേറ്റകളാണെങ്കിൽ കസയാസി, ഏതുപോലെയാണ് പശുവിന് കൊമ്പുകളുണ്ടല്ലോ, പശുവിന്റെ കൊമ്പുണ്ടല്ലോ നിങ്ങള്, പോത്തിന്റെ കൊമ്പൊക്കെ കണ്ടില്ലേ, കാട്ടുപോത്തിന്റെ കൊമ്പൊക്കെ കണ്ടില്ലേ നിങ്ങള്, അതുപോലെയുള്ള ഈ കൊമ്പുകളെ പോലെ ആയിരിക്കും അവർക്കുള്ള തേറ്റകള്. ആസിഫി, അവരുടെ ശ്വാസോച്ഛ്വാസം കൊടുങ്കാറ്റ് പോലെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്, ശ്വാസോച്ഛ്വാസം തന്നെ. അപ്പോ അവരുടെ ശ്വാസോച്ഛ്വാസം പോലും എന്തായിരിക്കും? കൊടുങ്കാറ്റ് പോലെ ആയിരിക്കും. അഫി റിവായത്തിൻ കൽഹബി, അഗ്നിഗോളങ്ങളെ പോലെ ആയിരിക്കും. പിന്നെ മാത്രമല്ല ഫി യദി കുല്ലി വാഹിദി മിൻഹുമാ മിത്രഖത്തും മിൻ ഹദീദ്, ഓരോരുത്തരെ കയ്യിലുമുണ്ട് എന്ത്? മിത്രഖത്തും മിൻ ഹദീദിൻ, ഇരുമ്പിനാളായിരിക്കുന്ന ദണ്ടുകളുണ്ട്. ഇരുമ്പ് ദണ്ടുകളായിരിക്കും ആ മലക്കുകളുടെ കയ്യിലുണ്ടാകുന്നത്. ആ ഇരുമ്പ് ദണ്ടിന്റെ ഭാരം ജിന്നുകളും മനുഷ്യരുമെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് അതിനുയർത്താൻ ശ്രമിച്ചാൽ പോലും അതിനുയർത്താൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകൾ അവരുടെ കയ്യിലുണ്ട്. വലോ ലുരിബ ബിഹൽ ജിബാലു ദാബത്ത്, ആ ഇരുമ്പ് ദണ്ട് കൊണ്ട് പർവ്വതങ്ങളെ ഒന്ന് അടിച്ചാൽ ആ പർവ്വതം ഉരുകി ഒലിച്ചു പോകുന്ന രീതിയിൽ പാറിപ്പറക്കും. മനസ്സിലായില്ലേ? വഹുമാ മുഅക്കലാനി അലാ സുആലിൽ ഇൻസി വൽ ജിന്നി മിൻ ഉമ്മത്തി ദഅവത്തിൽ മുഅ്മിനീന വൽ മുനാഫിഖീന വൽ കാഫിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതായിരിക്കുന്ന മുനാഫിക്കുകളെയും കാഫിറുകളെയും മുഅ്മിനീകളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും ഉണ്ട് ട്ടാ. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആണെന്ന് വരുന്നത് എന്താ? ഈ മുനാഫിക്കുകളെയും ചോദ്യം ചെയ്യും, കാഫിറുകളെയും മുഅ്മിനീങ്ങളൊക്കെ ചോദ്യം ചെയ്യും. എപ്പോഴാ ചോദ്യം ചെയ്യല്? അവരെ പൂർണ്ണമായി മറമാടിയതിന് ശേഷം വന്ന ആളുകളൊക്കെ തിരിഞ്ഞുപോയി. അങ്ങനെ അവർ തിരിഞ്ഞുപോയി കഴിഞ്ഞാൽ അല്ലാഹു തആല റൂഹിനെ, ഈ പറയപ്പെട്ട ശരീരങ്ങളിലേക്ക് റൂഹിനെ മടക്കി കൊടുക്കും. കമാ ദഹബ ഇലൈഹിൽ ജംഹൂർ, ഈ ശരീരത്തിലേക്ക് തന്നെയാണ് റൂഹിനെ മടക്കി കൊടുക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇലാ അനിസ്ഫിൽ അലാ ഫഖത്ത്, ആ ശരീരത്തിന്റെ മേൽഭാഗത്തുള്ള പകുതിയിലേക്കാണ് റൂഹിനെ മടക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് ഷറഹിൽ കാണുന്നു. പിന്നെ ഏതായിരുന്നാലും റൂഹിന് മാത്രമല്ല, റൂഹും ശരീരവും കൂടി ഉള്ള പിന്നെ സുഖമാണെങ്കിലും ശിക്ഷയാണെങ്കിലും രക്ഷയാണെങ്കിലും ഒക്കെ രണ്ടും കൂടിയാണ് അനുഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതല്ലാവട്ടെ. അപ്പെന്ത് മയ്യത്തെന്ന് പറയില്ല, റൂഹ് മടക്കി കഴിഞ്ഞാൽ പിന്നെ മയ്യത്തെന്ന് പറയോ? മയ്യത്തിലേക്ക് റൂഹ് മടങ്ങിയാൽ പിന്നെ മയ്യത്ത്, റൂഹ് ഇല്ലാത്തതിനാണല്ലോ മയ്യത്തെന്ന് പറയാ. മയ്യത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണേ? ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് ആ റൂഹ് എപ്പോഴാണ് വരുന്നത്? മരിച്ചു കിടക്കുന്ന ആള് റൂഹിനോട് നമ്മൾ മനസ്സിലാക്കണേ. ഈ മൗലവിമാരൊക്കെ, വിവരമില്ലാത്ത അന്തല്ലാത്ത മൗലവിമാർ ചോദിക്കും, എന്നാ മരിച്ചു കിടക്കുന്ന ആളോട് ചോദിച്ചൂടെ? മരിച്ചു കിടക്കുന്ന മയ്യത്ത് എന്ന് പിന്നെ പറയലെപ്പോഴാണ്? മയ്യത്ത് എന്ന് പറയല് റൂഹ് വേർപിരിഞ്ഞ ഭൗതിക ശരീരത്തിനാണ്. മനസ്സിലായില്ലേ? ആത്മാവില്ലാത്ത. അപ്പൊ ആത്മാവില്ലെങ്കിൽ പിന്നെ അതിനൊന്നും ചോദിച്ചിട്ട് പറയേണ്ടൊന്നും കാര്യമില്ല. അപ്പൊ ഭയങ്കര ചോദ്യമല്ലേ? എന്താണ് ഭയങ്കര ആളെ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇങ്ങനെ വിയർപ്പൊലിപ്പിക്കണ രൂപത്തിലാ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ ഒന്നിങ്ങനെ റസൂലിനെ കൈകൊണ്ടെന്ന് ഇങ്ങനെ കാണിച്ചാൽ പോരെ, എവിടെയാണ് മറയേണ്ടത്? എന്തിനാണ് സഹാബത്ത് അവിടെ ഇങ്ങനെ എവിടെയാണ് മറയേണ്ടത് എന്നുള്ള വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസപ്പെട്ട് റസൂലിന്റെ ശരീരം അവിടെ മൂടിയിട്ടിരിക്കലോ, ഒന്നിങ്ങനെ കൈ പൊന്തിച്ച് കാണിച്ചാൽ പോരെ? റസൂൽ ഇന്നൊക്കെ മയ്യത്തുന്ന് അള്ളാഹു പറഞ്ഞല്ലേ? അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ആത്മാവ് വേർവിട്ടുപോയി. ആ സമയത്ത് പിന്നെ എപ്പോഴാണ് ആത്മാവ് വരിക എന്നുള്ളത്? അത് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആത്മാവ് തിരിച്ചു വരിക, അല്ലേ? അപ്പോഴാണ്. അപ്പം മയ്യത്തെന്ന് പറയും ചെയ്യില്ല. അപ്പം മയ്യത്തെന്ന് പറയില്ല. മയ്യത്തെന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ്. അത് ഖബറിലെത്തിയതിനു ശേഷമാണ് എന്തുണ്ടാകുക? അവർക്ക് ആത്മാവ് തിരിച്ചു വരിക. അപ്പം മയ്യത്തെന്ന് പറയുകയും ചെയ്യില്ല. കാരണം അത് പരിപൂർണമായ പിന്നെ
എംബഗി ഇത്ലാഖുൽ ഇസ്മി തലിയൻ ഹയാത്തു ലൈസത്ത് ഹയാത്തൻ കാമിലത്തൻ ബൽ അംറു മുതവസ്സിത്തു മിനൽ മൗതി വൽ ഹയാത്തി. അപ്പം ഇവിടെ പിന്നെ എന്നാലേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ അത് എന്താണ് ഇവിടെ ഒരു മൗത്തിന്റെയും ഹയാത്തിന്റെയും ഇടയിലുള്ള ഒരു അവസ്ഥ എന്നുള്ളതാ. ഉറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ ഉറങ്ങുന്നവര് ഒരു കണക്കിന് ജീവിച്ചിരിക്കുകയാണ്, ഒരു കണക്കിന് മരിച്ചും കിടക്കുക അല്ലേ സുഹൃത്തുക്കളെ. ഉറങ്ങുന്നൊരവസ്ഥ എന്താണ്? ഉറങ്ങുന്നൊരവസ്ഥ ഓന് പകുതി മരിച്ചെടുക്കാണ്, പകുതി ജീവിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെയാണ്. ഈ കാരണം പിന്നെ പകുതി മരിച്ചവനെ പോലെ എന്ന് പറഞ്ഞാൽ മൗത്തിന്റെയും ഹയാത്തിന്റെയും ഇടയിലാണ് അവന്. ഓന്റെ അടുത്ത് പറയുന്ന സംസാരമോ ഓന്റെ മുമ്പിലെടുത്ത് ഒരാൾ വന്നു നിന്നാലോ സംസാരിക്കുന്നതൊന്നും അങ്ങനൊന്നും അറിയില്ല. നേരെ മറിച്ചിട്ടോ ഒന്ന് ശബ്ദമൊന്ന് ഉറക്കാനിട്ടാൽ ചിലപ്പോ പെട്ടെന്ന് അറിഞ്ഞത് വരാം. അപ്പൊ ഈ ഉറക്ക് പോലത്തെ ഒരു അവസ്ഥയാണെന്നുള്ളതാണ് ഖബറിൽ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പരിപൂർണമായ ജീവിതമല്ല, പരിപൂർണമായ മരണവുമല്ല. മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തില് എല്ലാ ബുദ്ധിയും അറിവൊക്കെ തിരിച്ചു മടക്കപ്പെടുന്ന ഹവാസിൽ ഹംസ കണ്ടല്ലോ, ഹവാസിൽ ഹംസ അക്കലൊക്കെ തിരിച്ചു കൊടുക്കുന്നുള്ള അത് മനസ്സിലാക്കണം. ഏത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതായത് പിന്നെ കാഴ്ചശക്തിയും അതുപോലെ തന്നെ കേൾവി ശക്തിയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ തന്നെ എല്ലാം പിന്നെ തിരിച്ചു നൽകപ്പെടും. മാത്രമല്ല ബുദ്ധിയും തിരിച്ചു നൽകപ്പെടും. അതായത് ചോദ്യം ചോദിക്കും മറുപടി പറയുവാണല്ലോ. അപ്പൊ അതില്ലാതെ പിന്നെ ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോ ഹവാസിൽ ഹംസ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ മയ്യത്തിലേക്ക് തിരിച്ചു കൊടുക്കപ്പെടും, ഈ സംസാരിക്കുന്നത് മനസ്സിലാവുന്ന രൂപത്തിലുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ മറുപടി ഉണ്ടാകും. ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ബാജുരി ഇമാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ വന്യമൃഗങ്ങൾ പിടിച്ചുപോയത്, അതുപോലെ തന്നെ കടൽ പിന്നെ മീൻ തിന്നുപോയത്, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യും? അവർക്കൊക്കെ ഇതിൽ പെടുട്ടോ. അവരാരും ഇതിൽ പിന്നെ പെടൂല എന്ന് മനസ്സിലാക്കണ്ട, എല്ലാവരും ഇതിൽ പെടും. അള്ളാഹുദിന് അതിനൊന്നും യാതൊരു പ്രയാസവുമില്ല. അങ്ങനെ ഇവരെ എന്ത് ചെയ്യും? ഈ മുങ്കർ നക്കീർ ഇവരെ പിടിച്ചിരുത്തിയിട്ട് അവരോട് ചോദിക്കും, വളരെ കടുപ്പത്തോടെ ചോദിക്കാം. വെൻഹറാനി ബി കുറച്ചൊന്ന് ഒരു ലേശൊരു ഗൗരവത്തോടുകൂടെ കടുപ്പത്തോടുകൂടെ ആട്ടിയകറ്റുന്ന രൂപത്തിൽ ഈ വിഷയം ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം ഖസാലി തങ്ങള് ഉൻഫുനാർ, അത് ഒരു മയത്തിലല്ല, ഒരു കടുത്ത രൂപത്തിൽ അക്രമ സ്വഭാവത്തിലൂടെയാണ് അവര്. പക്ഷേ മുഅ്മിനീങ്ങളോട് അവർ നല്ല രീതിയിലാണ് എന്ന് പറയുന്നുണ്ട്. കാഫിറുകളും മുനാഫിക്കുകളോടാണെങ്കിൽ വളരെ വിരട്ടുന്ന രൂപത്തിലായിരിക്കും അവരുടെ ചോദ്യം. അപ്പോ ഓരോ മനുഷ്യരോടും അവന്റെ ഭാഷയിലാണ് ചോദിക്കുക. ഓരോ മനുഷ്യരോട് അവന്റെ ഭാഷയിൽ ചോദിക്കുക. അപ്പം ഒരു മലയാളിയാണ് മരിച്ചതെങ്കിൽ അയാൾക്ക് വേറെ ഭാഷ ഒന്നും അറിയില്ല എങ്കിൽ മലയാളത്തിൽ ചോദിക്കും. ഇംഗ്ലീഷുകാരനാണെങ്കിലോ ഇംഗ്ലീഷ് ചോദിക്കും. മനസ്സിലായില്ലേ? അവിടെ ഭാഷകളൊന്നും നിങ്ങൾ ബേജാറാവണ്ട. മലക്കൊക്കെ ഇപ്പൊ എല്ലാ ഭാഷയും കിട്ടുമോ? എല്ലാ ഭാഷയും കിട്ടും. മനസ്സിലായില്ലേ? ഇവൻ ഏതാന്നുള്ളത് എല്ലാ വിവരങ്ങളും ഇങ്ങനെ അള്ളാഹു തആല ഇവർക്കുണ്ടപ്പോ ഇവരുടെ ഭാഷയും കാര്യങ്ങളും ഇവർക്ക് ഓരോരുത്തരുടെ ലോകത്തുള്ള സർവ്വ ഭാഷകളെ കുറിച്ചും മലക്കുകൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ മരിച്ച മനുഷ്യന്റെ ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് ചോദിക്കപ്പെടുന്നത്. പിന്നെ അപ്പോ രണ്ടുപേരും ചോദിക്കും, മർ റബ്ബുക്ക, നിന്റെ റബ്ബേതാണ്, ഒമാ ദീനുക്ക, ഒമാ ഒമൻ നബിയുക്ക, ഒമാ ഖിബ്ലത്തുക്ക, ഒമാ ഇഖ്വത്തുക്ക, ഒമാ ഇമാമുക്ക, ഒമാ ഒമാ അമലുക്ക തുടങ്ങിയതായിരിക്കുന്ന ചോദ്യങ്ങള്. ഏതൊക്കെ? നിന്റെ റബ്ബേത്, നിന്റെ ദീനേത്, നിന്റെ നബിയേത്, നിന്റെ ഖിബ്ല ഏത്, നിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, നിന്റെ ഇമാമ് ഏത്? ഇവിടെ ഒമാ ഇമാമുക്ക എന്നുള്ളടത്ത് ഇവർ ചോദിക്കും. ഖബറിലെത്തിക്കാൻ വെച്ചാൽ ഒമാ ഇമാമുക്ക എന്ന് പറയുമ്പോ അൽ ഖുർആൻ ഇമാമി, അവിടെ നിങ്ങൾ ഇമാമ് ഷാഫി ഇമാം എന്നല്ല പറയുന്നത്, അവിടെ ഖുർആൻ എന്നല്ലേ പറയുന്നത് എന്നുള്ള ഒരു അന്തം കെട്ട ചോദ്യം ചോദിക്കാറുണ്ട് മൗലവിമാര്. അവർക്ക് തിരിയണ്ടേ? ആദ്യം അറബിയും കിതാബ് ഓതി പഠിച്ചിട്ടില്ലല്ലോ ഓലി വരുന്നത്. സാധാരണക്കാരെ എന്തെങ്കിലും പറഞ്ഞ് വസ്വാസിലാക്കാൻ ഇപ്പൊ കിതാബ് ഓതിക്കോണമെന്നും ഗ്രാമർ പഠിച്ചോണമെന്നൊന്നുമില്ല. ഖതബ മുഹമ്മദ് എന്ന് വായിക്കുന്ന മൗലവിമാരല്ലേ. അപ്പൊ അവരെന്താ വമാ ഇമാമുക്ക എന്ന ചോദ്യം തന്നെ എന്താ അതിന്റെ അർത്ഥം? വമാ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തതിനാണ്, ഗൈറാക്കിലിനാണ് മാ എന്നുള്ളത് അറബിയിൽ ഉപയോഗിക്കുന്നത്. ബുദ്ധിയുള്ളതിന് മെൻ എന്നാണ് ഉപയോഗിക്കുക. മെൻ ആര് എന്നാണ്. മാ എന്ന് ചോദിച്ചാൽ ഏത് എന്നാണ്. അപ്പൊ ഇവിടെ ഗൈറാക്കിലായിരിക്കുന്ന അതേ അവസ്ഥയിൽ തുടരപ്പെടുന്ന വസ്തു ഏതാണ്? അപ്പൊ ഖുർആന് യാതൊരു സംശയമില്ല. കാരണം ചോദ്യത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാകുക.
അപ്പൊ മൗലവിമാർക്ക് മനസ്സിലാവും മായോ മന്നോ ആടെ എന്നുള്ളത് ഓരോട് ചോദ്യം അങ്ങോട്ട് വരുമ്പോഴേ ചോദ്യം അങ്ങോട്ട് വരുമ്പോൾ ഓർക്ക് മായോ മന്നോ എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ചോദിക്കും. വമാ മിൻഹാജുക്ക നിന്റെ മൻഹജ് എന്തായിരുന്നു, നിന്റെ വഴി എന്തായിരുന്നു, ഏത് മാർഗത്തിലാണ്, അശ്ശരിയാണോ മുബ്തദിയാണോ എന്നൊക്കെ ചോദിക്കുന്നുള്ള. അശ്ശരി മദ്ഹബാണോ അല്ലെങ്കിൽ മാതുരിദി മദ്ഹബാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേച്ച മുജസ്സിമത്തോ ഗറാമിയത്തോ മുഅ്തസിലത്തോ അല്ലെങ്കിൽ ബുർജിയത്തോ ഒക്കെ ആണോ എന്നുള്ളതൊക്കെ അതാ മിൻഹാജ്. അതൊക്കെ വമാ അമലുക്ക, നിന്റെ അമൽ ഏതാണെന്നൊക്കെ ചോദിക്കും. അള്ളാഹുത്താല തൗഫീക്ക് കൊടുത്തവര് അതിന് മറുപടി പറയും. അവരെ അള്ളാഹുത്താല എന്ത് ചെയ്യും, ഖൗല സാബിത്ത് കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നുള്ള. വസബിത്തുല്ലാഹുല്ലദീന അമനു ബിൽ ഖൗലി സാബിത്ത്. ഇതിനെല്ലാം വ്യക്തവും വ്യക്തമായ നിലക്ക് സ്ഥൈര്യത്തോടുകൂടെ സത്യവിശ്വാസികൾക്ക് മറുപടി വരാൻ സാധിക്കും. ചോദ്യേ പേര് തന്നെ ഫാത്തിനികൾ എന്നുള്ള ചോദ്യം ചെയ്യുന്നവര്. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്യും, ഒരാൾ ചോദിക്കുന്നു, മറുപടി പറഞ്ഞാൽ മറ്റാൾ പറയും, മറ്റേ മലക്ക് പറയും, ഈ ഒരു മലക്ക് മറ്റേ മലക്കിനോട് സദക്ക വഖദ് ഗുഫിയ ശർറുന. അതെ, അവൻ സത്യം പറഞ്ഞു, നമ്മുടെ ബുദ്ധിമുട്ട് അവനെ തൊട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്, അവനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവൂല എന്ന് പറയും. അപ്പൊ മോമിന മനുഷ്യ റബ്ബി അല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വൽ ഇസ്ലാമു ദീനി വ മുഹമ്മദു നബിയ്യു ഹുവ ഖാതിമുൻ നബിയ്യിന വൽ കഅബത്തു ഖിബ്ലതി വൽ മുഅ്മിനൂന ഇഖ്വതി വൽ ഖുർആനു ഇമാമി വ സുന്നത്തു മിൻഹാജി വ അന ഖറഅതു കിതാബല്ലാഹി ഫാമന്തു ബിഹി വ സദ്ദഖ്തുഹു. ഇതാണ് പറയാനുള്ള. എന്താ പറയുന്നത്, സത്യവിശ്വാസിയാണ് എന്റെ റബ്ബ് അല്ലാഹു ആകുന്നു. വഹ്ദഹു ലാ ശരീക ലഹു, അവനക്ക് യാതൊരു പങ്കുകാരനുമില്ല. വൽ ഇസ്ലാമു ദീനി, ഇസ്ലാം എന്റെ ദീനാണ്. മുഹമ്മദ് നബി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ നബിയുമാണ്. ഓ ഖാതിമുൻ നബിയീൻ, ഒരു അന്ത്യപ്രവാചകനും കൂടിയാ. വൽ കഅബത്തു ഖിബ്ലതി, കഅബ എന്റെ ഖിബ്ലയാണ്. വൽ മുഅ്മിനൂന ഇഖ്വതി, സത്യവിശ്വാസികളൊക്കെ എന്റെ സഹോദരന്മാരാണ്. വൽ ഖുർആൻ ഇമാമി, ഖുർആൻ എന്റെ ഇമാമാണ്. വ സുന്നത്തു മിൻഹാജി, പരിശുദ്ധ ഹദീസ് എന്റെ മിൻഹാജ്, എന്റെ മാർഗദർശനമായിരുന്നു. വാന ഖറഅതു കിതാബല്ലാഹി ഫആമന്തു ബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ ഓതി, ഞാൻ അതുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്, അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജവാബ് സത്യവുമായിട്ട് യാഥാർത്ഥ്യമായി യോജിച്ചു വന്നാൽ സദഖത്ത എന്ന് പറയും. എന്നിട്ടോ വസും വനം നൗമത്തൽ അറൂസില്ലദീ ലാ യുഖിൽഹു നാസു ഇലൈഹി. അതെ, എന്നിട്ട് എന്ത് ചെയ്യണം, എന്ത് പറയപ്പെടുന്നതാണ്, നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇവനോട് പറയപ്പെടും, പുതുമാരൻ അല്ലെങ്കിൽ ആദ്യ രാവിൽ പുതുമാരൻ തന്നെ മണവാട്ടിയുമൊത്ത് കഴിഞ്ഞുകൂടുന്ന ആദ്യ രാത്രിയിൽ കിടക്കുന്ന ഒരു വധുവരന്മാർ കിടക്കുന്നത് പോലുള്ള ഉറക്കം നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ടാണ് അവർ വിട പറഞ്ഞു പോകുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അക്കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞിട്ട് അവര് ഇവനിന്ന് അകന്നു പോകുന്നു. പിന്നെ വേറെ ഹദീസ് കാണപ്പോൾ നമ്മളെ കല്ലാജി ഉസ്താദ് അടിച്ചു, മാ കുന്തു തഖൂലു ഫി ഹാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നബിയെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞിരുന്നു പറയുമ്പോൾ ഫയഖുൽ മുഅ്മിനീങ്ങൾ പറയും അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വ റസൂലുഹു, എന്താകുന്നു, അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയും. എന്നാൽ മുനാഫിക്ക് എന്താ പറയാ, മുനാഫിക്കിന്റെ അവനെന്ത് ചെയ്യും, ഇതുകൊണ്ട് ചോദിക്കുമ്പോൾ അവനക്ക് ഭയങ്കരമായ ഭയം വരുന്നുള്ള. ഫഹ്സലുഹും റഅബത്തുൻ, അവനൊരു തരത്തിലുള്ള വല്ലാത്ത ഭയം, ഒരു മറുപടി ഇല്ലാതെ ഉള്ള ഭയാണ്. ഒരു ഭയാനകമായ അവസ്ഥ അവന് വന്നു ചേരുകയും അവൻ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല എന്ന് അവന്റെ ഭാഷയിൽ അവൻ പറയും. മനസ്സിലായില്ലേ? തുർമിദിയുടെ റിവായത്ത് കാണാ, പിന്നെ ഈ ഒരു മലക്കിന് മുങ്കീർന്ന് മറ്റേ മലക്കിന് നക്കീറെന്നും പറയും. എന്തുകൊണ്ടാ? പിന്നെ വേറൊന്നുണ്ട്, വസ്കർ ഇബ്നു യുനൂസ് അന്ന മലക്കയിൽ മുഅ്മിനി യുഖാലുഹുമാ മുബശ്ശിർ മുബശ്ശിർ. അതായത് ഈ കാഫിറിനോട് ചോദിക്കാൻ വരുന്നതായ ഒരു മലക്കിന് മുങ്കർ നക്കീർന്ന്. എന്നാൽ മുഅ്മിനീങ്ങളോട് ചോദിക്കുന്ന മലക്കിന്റെ പേര് മുങ്കർ നക്കീർ എന്നല്ല, ബഷീർ മുബശ്ശിർ എന്നുള്ള. മനസ്സിലായില്ലേ? സന്തോഷ വാർത്ത ആണല്ലോ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മലക്കൾ സന്തോഷ വാർത്ത അറിയിച്ചു പോവുകയും ചെയ്യുക. അതുകൊണ്ട് അവർക്ക് ബഷീർ മുബശ്ശിർ എന്നാണ് പേര് പറയാന്ന് കാണാം. അപ്പൊ നമുക്ക് നോക്കാം, ഈ ചോദിക്കപ്പെടുന്ന അവസ്ഥ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാ.
ചോദിക്കുന്നവന്റെ അവസ്ഥയെ ചിലപ്പോ രണ്ട് മലക്കും കൂടി ഒന്നിച്ച് ചോദിക്കും. മുങ്കർ നക്കീർ ഒന്നിച്ചായിരിക്കും ചോദിക്കുക. ചിലപ്പോ ഒരാൾ മാത്രമേ ചോദിക്കുള്ളൂ. എന്തിനാ ഒരാൾ മാത്രം ചോദിക്കുന്നത്? രണ്ടാൾമാർ കൂടി ചോദിച്ചിട്ടുള്ള ബേജാറാക്കണ്ടെന്ന് എഴുതിയിട്ടേ. അതാണ് തഖ്ഫീഫൻ അലൈഹി അല്ലെ. രണ്ട് വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വലിയ CID-കളൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ വലിയ ആയുധങ്ങളും ഒല വന്ന രൂപം തന്നെ ഉണ്ടല്ലോ, അതൊക്കെ രണ്ടാൾ കൂടി ഒരാൾ ചോദിച്ചാൽ തന്നെ നമ്മളെ കഥ കഴിഞ്ഞു. രണ്ടാളും കൂടി ചോദിക്കുമ്പോഴോ പറയേണ്ടതില്ലല്ലോ. അപ്പോ ഈ രണ്ടുപേരും കൂടി ചോദിക്കണ്ടാവും. ഇവനെ തൊട്ടെന്താണ് ഭയം കുറക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രം ചോദിക്കുന്നവരുണ്ടാകും. ചോദ്യത്തിന്റെ രൂപത്തിലും അങ്ങനെ തന്നെ ആയിക്കോട്ടോ. ചോദ്യത്തിന്റെ രൂപത്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചില ആളുകളോട് ചില വിശ്വാസങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ, ചില അഖീദകൾ മാത്രമേ ചോദിക്കുള്ളൂ, എല്ലാ ചോദ്യങ്ങളും ചോദിക്കൂല. പിന്നെ ചില ആളുകളോട് എല്ലാ ചോദ്യങ്ങളും, മേൽ പറയപ്പെട്ട സർവ്വ ചോദ്യങ്ങളും ചോദിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, യുസ്അലൂന അനി ഷഹാദത്തൈനി, അവരോട് എല്ലാവരോടും രണ്ട് ഷഹാദത്ത് കലിമ ചോദിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയും, യുസ്അലൂന അനിൽ ഈമാനി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ട് വിശ്വസിച്ചിരുന്നോ എന്ന കാര്യം അവരോട് ചോദിക്കപ്പെടുമെന്ന് മറ്റൊരു അസറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാംരി തൗഹീദിന്റെ വിഷയത്തിനും അവരോട് ചോദ്യം ചെയ്യപ്പെടും. വൈദാ മാത ജമാഅത്തു ഫി വഖ്തിൻ വാഹിദിൻ ബി അഖാലിമ മുഖ്തലിഫത്തിൻ സുഇലു ജമിഅൻ ഫി ദാലിക്കൽ വഖ്തി. കണ്ടോ, ഒരുപാട് ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒന്നിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്നത് എങ്ങനെ? എല്ലാവരോടും ഒന്നിച്ച് ചോദിക്കും. ആ സമയത്ത് എല്ലാവരോടും ഒന്നിച്ചായിരിക്കും ചോദ്യം. തടസ്സമൊന്നുമില്ല, അതിന് യാതൊരു തടസ്സവുമില്ല. അല്ലാഹു തആലക്ക് അതൊക്കെ കഴിയും. കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇന്നുള്ള സംവിധാനങ്ങളുടെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു അസംഭവ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. ഒരു വ്യക്തി നോക്കിങ്ങള് പിന്നെ വ്യത്യസ്ത ഭാഷയിൽ എങ്ങനെ ചോദിക്കുക ഓരോരുത്തരോടും. UN എങ്ങനെ, UN ഒരു പ്രസംഗം നടത്തിയാൽ, UN ഒരു പ്രതിനിധി ഒരു പ്രസംഗം നടത്തിയാൽ എത്ര നാട്ടുകാർ, എത്ര ഭാഷക്കാർ UN ഉണ്ടായിരിക്കും അല്ലേ? ഓരോ നാട് എത്ര രാജ്യങ്ങൾ ഉണ്ടെന്നാവോ? 156 എനിക്കറിയില്ല കൃത്യമായിട്ട്. ഏതായാലും 150-150-ലേറെ രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു ഫെഡറേഷനാണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു വേദിയാണ്, അന്താരാഷ്ട്ര വേദിയാണ് UN, യുണൈറ്റഡ് ഓഫ് നേഷൻസ്. അപ്പൊ അതിൽ ഒരാൾ ഒരു പ്രസംഗം അയാളുടേതായിരിക്കുന്ന ഭാഷയിൽ പ്രസംഗം നടത്തിയാൽ ആ ഭാഷ ഓരോരുത്തരുടെയും ചെവിയിലെത്തുന്നത് അവരുടെ ഭാഷയിലായിരിക്കും അല്ലേ? ഓരോരുത്തരുടെ ചെവിയിലെത്തുന്നത് എങ്ങനെയായിരിക്കും? ഉദാഹരണം പറയാ, ഇപ്പൊ ഒരു അറബ് പ്രതിനിധി ആണ് അവിടെ UN സംസാരിക്കുന്നതെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അറബ് കേട്ട് പരിചയമില്ലാത്ത ഒരു തായ്ലൻഡുകാരൻ, അവന് കേൾക്കുന്നത് ഏതൊരു ഭാഷയിലാണ്? അവന്റെ തായ്ലൻഡ് ഭാഷയിലാണ്. അതിനുള്ള സംവിധാനം അവിടെയുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അതുപോലെ അപ്പോ വിവിധ നാടുകളിൽ വിവിധ ഭാഷക്കാരായിരിക്കുന്ന ആളുകൾ ഒരേ സമയത്ത് മരിച്ചാൽ ഓരോട് എങ്ങനെ എല്ലാവരോടും കൂടി എങ്ങനെയാണ് പല ഭാഷയിലും ചോദിക്കാന്നുള്ള ബേജാറ് വേണ്ട. അതിന്റെയൊക്കെ ഇന്നത്തെ സംവിധാനങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും യാതൊരു അത്ഭുത കാര്യത്തിലില്ല. പിന്നെ അപ്പൊ എല്ലാവരോടും ഒരേ സമയം ചോദിക്കുന്നതാണ്. അപ്പൊ പിന്നെ മാത്രമല്ല, ഇമാം സുയ്യിദ് തങ്ങൾ പറയുന്നുണ്ട്, അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട മലക്കുകളും കൂടുതൽ ഉണ്ട് എന്നുള്ളതിന്, കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സുയ്യിദ് ഇമാമൊക്കെ ഹഫദത്തുകൾ അങ്ങനെയാണല്ലോ. ഹഫദത്ത് ഒരുപാട് മലക്കുകളും അവരുടെ തയ്യാർ ചെയ്യപ്പെട്ട മലക്കുകൾ ഒരുപാടുണ്ടല്ലോ. അതുപോലെ ഇവരും കൂടുതൽ മലക്കുകൾ ഉണ്ടാവുകയും ചെയ്യാം. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ആര്? മുക്കല്ലഫായ മനുഷ്യനോട് മാത്രമായി ചോദിക്കുക. ജിന്നാണെങ്കിലും ചോദിക്കും. മനസ്സിലായില്ലേ? മുക്കല്ലഫായ മനുഷ്യന്മാരിൽ പെടില്ല ജിന്നുകളും, അല്ല മുക്കല്ലഫുകളിൽ പെടും ജിന്നുകളും. മനുഷ്യരും പെടും, മുക്കല്ലഫില് ജിന്നും പെടും. മലക്കിനോട് ചോദ്യമല്ല കേട്ടാ. മലക്കിനോട് ചോദ്യമല്ല. മലക്ക് അതിന് മരിക്കോ? സുഹൃത്തുക്കളെ, മലക്ക് ഈ ഖിയാമത്ത് നാളിന്റെ മുന്നേ മരിക്കോ? ഖിയാമത്ത് നാളിന്റെ മുന്നേ മരിക്കും എന്നുള്ളതിനുള്ള രേഖകളൊന്നുമില്ല. ഖിയാമത്ത് നാളിൽ ഏതായാലും മരിക്കും. മനസ്സിലായില്ലേ? ഖിയാമത്ത് നാളില് എല്ലാ മലക്കുകളും രണ്ടാമത്തെ തൂത്തിൽ എല്ലാവരും, അല്ല ഒന്നാമത്തെ തൂത്തിൽ എല്ലാവരും മരിക്കും. അവസാനം മരിക്കുന്ന ആളാരായിരിക്കും? അസ്രായിൽ അലി ഇസ്ലാം ആയിരിക്കും. അസ്രായിൽ അലി ഇസ്ലാമിന്റെ മരണം അല്ലാഹു തആല ഏറ്റെടുക്കുകയും ചെയ്യും. ഏതല്ലാട്ടെ. അപ്പൊ മലക്ക് എന്തില്ല, ഈ ചോദ്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മുക്കല്ലഫായ ആളുകളിൽ നിന്ന് കുറച്ച് ആളുകളെ ഒഴിവാക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് കുറച്ച് ഒഴിവാക്കപ്പെടുന്നത് ആരൊക്കെയാണ്? അംബിയാ മുർസലുകളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടൂല. അതുപോലെ സിദ്ദീഖീങ്ങളെ ചോദ്യം ചെയ്യപ്പെടൂല. ശുഹദാക്കളെ ചോദ്യം ചെയ്യപ്പെടൂല. അതുപോലെ തന്നെയാണ്
തബാറക്ക സൂറത്ത് എല്ലാ രാത്രിയിലും ഓതിയതായിരിക്കുന്ന ആളുകളെയും ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് ഒഴിവാക്കപ്പെടുന്നതാണ്. സൂറത്തുൽ മുൽക്ക് സ്ഥിരമായിട്ട് എല്ലാ രാത്രിയിലും ഓതി ആളുകള് ഖബറിന്റെ മലക്കോട് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്നുണ്ട്. നമ്മളെ മക്കള് നമ്മളെ ഉമ്മാരൊക്കെ ഉണ്ടല്ലോ ചെറുപ്പത്തിലെ അല്ലേ, ചെറുപ്പത്തിൽ തന്നെ തബാറക്ക് ഓതിയ മോനെ എന്ന് ചോദിക്കും. മഗ്‌രിബായാല് സൂറത്തുൽ മുൽക്ക് ഓതാൻ വേണ്ടി കാണാതെ പഠിപ്പിക്കണം. നമ്മളെ മദ്രസയിലൊക്കെ ഉണ്ട്. ഞാനിപ്പോ അടുത്തെന്റെ മോനോട്, അവന് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓനൊന്ന് ഇന്നത്തെ ക്ലാസ് ഓതിത്തരാൻ പറഞ്ഞപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ തബാറക്ക് ഓതിത്തരാന്ന് പറഞ്ഞു. തബാറക്ക് അവൻ ഏകദേശമൊക്കെ കാണാതെ ഓതിത്തന്നു, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മളെ സിലബസിൽ അത് ഉൾപ്പെടുത്തിയിട്ട് പ്രത്യേകമായി കാണാതെ പഠിക്കാൻ കൊടുക്കുന്ന വലിയ വലിയ സൂറത്തുകളായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു തആല നമ്മളെയും അവരെയൊക്കെ ഇങ്ങനെ അനുഗ്രഹം സിദ്ധിച്ച് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സൂറത്ത് തബാറക്ക എല്ലാ രാത്രിയിലും സ്ഥിരമായിട്ട് ഓതുന്നവനും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. പിന്നെ ആരുണ്ട്? അതുപോലെ തന്നെ സൂറത്ത് സജദ അല്ലെങ്കിൽ സൂറത്ത് സജദ എന്ന് അഭിപ്രായം കേട്ടോ. സൂറത്ത് സജദ, അതുപോലെ വമൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് ഫീ മർളിഹില്ലദീ മാത ഫീഹി, തന്റെ അവസാനത്തെ രോഗത്തിൽ മരിച്ചു പോയതായിരിക്കുന്ന രോഗത്തിലുണ്ടല്ലോ, ആ രോഗത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഓതിയായിരിക്കുന്ന മനുഷ്യനും ഖബറിൽ ശിക്ഷയിൽ നിന്ന് ഖബറിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുണ്ട്. അവസാനം മരിക്കുമ്പോഴേ സൂറത്തുൽ ഇഖ്ലാസ് ഓതി മരിച്ചോന് അതുപോലുള്ള പോട്ടെ. അപ്പൊ എന്താണ് ഈ രണ്ട് മലക്ക് മുങ്കർ നക്കീർ എന്ന് പറയാൻ കാരണം എന്നുള്ള? മുങ്കർ നക്കീർ എന്ന് ഇവർക്ക് പേര് വരാൻ കാരണം എന്താ? അവർ ഒരു വസ്തുവിനോട് തുല്യത ഉള്ളവരെന്നുള്ളതല്ല. മലക്കുകളുടെ സ്വഭാവത്തും കൊണ്ട് ഇവർക്ക് തുല്യതല്ല. മനുഷ്യന്മാരുടെ സ്വഭാവം നല്ല സൃഷ്ടിപ്പിനോട്, മലക്കുകളുടെ സൃഷ്ടിപ്പിനോടും അതുപോലെ തന്നെ മനുഷ്യരുടെ സൃഷ്ടിപ്പിനോട് ഇവർക്ക് സാദൃശ്യത ഇല്ല എന്നുള്ളതാ. മുങ്കർ എന്ന് പറഞ്ഞാല് അപരിചിതം. ഇന്നലെ പറഞ്ഞ നമ്മള് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് ആര് വന്ന് സുമുഖരായ മനുഷ്യരുടെ രൂപത്തിൽ മലക്കുകൾ വന്ന് ജിബ്രീലും ഈ കാലക്കൂടെ കടന്നു ചെന്നപ്പോൾ നല്ല സൗന്ദര്യ വേഷത്തിലാണ്. അപ്പൊ ബഹുമാനപ്പെട്ട എന്ത് പറഞ്ഞു? ഖൗമും മുങ്കറൂൻ അല്ലേ? അതെ, ഖൗമും അപരിചിതരായിരിക്കുന്ന ആളുകൾ. മനസ്സിലാകുന്നില്ല എന്താ ഇവരെ പരിപാടി എന്ന് മനസ്സിലായില്ല. നമ്മൾ ഭക്ഷണം കൊണ്ടുകൊടുത്തിട്ട് അവൻ തിന്നുന്നില്ല. എന്താണ് ഇവരെ ഒരു നിഗൂഢത ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോ ഇപ്പൊ പറഞ്ഞ ഖൗമും മുങ്കർ. അതുപോലെ മുങ്കർ എന്ന് പറഞ്ഞാൽ അപരിചിതർ എന്ന് വെച്ചാൽ ഒന്നിനോടും ഒരു സാദൃശ്യത അല്ല ഇവർക്ക്. മനുഷ്യരോടും ഒരു സാദൃശ്യത, മലക്കളോടുള്ള സാദൃശ്യത, പക്ഷികളോടുള്ള സാദൃശ്യത, മൃഗത്തിന്റെ സ്വഭാവത്തിനോടുമില്ല, മറ്റൊരു വസ്തുവിനോടുമില്ല. പിന്നെന്താണ്? അല്ലാഹു തആല ഇവരെ പ്രത്യേകമായിരിക്കുന്ന ഒരു സൃഷ്ടിയായിട്ട് പടച്ചിരിക്കുകയാണ്. ഒന്നിനോട് ബദിയൻ ഖൽഖും ബദിയൻ, ഒന്നിനോട് സാദൃശ്യത ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് ആരെന്ന് പറഞ്ഞാല് മുങ്കർ. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് വരാൻ കാരണം, അപരിചിതത്വം അവരിൽ അല്ലേ? നിങ്ങളുടെ അപ്പൊ ഈ മലക്കള രൂപത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്താണ് അവരുടെ രൂപം? ചെമ്പും പാത്രം പോലെ, ചെമ്പിന്റെ ചട്ടി പോലെ ഇങ്ങനെ ഉരുണ്ട ചെമ്പിന്റെ ചട്ടിയൊക്കെ മഞ്ഞ കളറിലുണ്ടാവില്ലേ? ആ ചെമ്പിന്റെ ചട്ടി പോലത്തെ 2 കണ്ണുകള്, അതുപോലെ തന്നെ കറുത്തിരുണ്ട മുടിയൊക്കെ നിലത്ത് ഏഞ്ഞു നടക്കുന്ന തേറ്റകളുടെ വലിപ്പൊക്കെ ഈ പോത്തിന്റെ കൊമ്പിനെ പോലെ ഇരിക്കുന്ന അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന രൂപത്തിൽ അല്ലാഹ്. പിന്നെ അപ്പൊ അതാണ്. അതുകൊണ്ട് അങ്ങനെ ഈ ഒരു അവസ്ഥാവിശേഷം ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല, നോക്കുന്നവർക്കേ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ വലോലം വെക്കൽ കാഫിറും അദാബി ഇല്ല റുയത്തു. ഞങ്ങള് അതാ ഒരു കാഫിറായ മനുഷ്യന് അദാബ് ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചോളി. എന്നാൽ ഈ മലക്കിനെ കണ്ടാൽ തന്നെ മതിയോ, ഇനി അദാബ് കിട്ടിക്കൊണ്ടോന്നില്ലാന്നാ. വലോലം മെൽക്കൽ കാഫിറുമിനൽ അദാബി ഇല്ല റുയത്തു ലി സൂറത്തിഹിമ അല്ല കഫാഹു ദാലിക. ഈ മലക്കളെ കണ്ടാൽ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യും? കാഫിറുകളെ മനുഷ്യന്മാരുടെ കാര്യമൊക്കെ കഴിഞ്ഞു. അത് അത്രക്കും ഭീകരമായിരിക്കുന്ന രൂപമാണ്. ഏതല്ലാട്ടെ ജമീൽ ഹവാം അഹ്ലുൽ ഈമാനി ഫലോ മുബശ്ശിർ മുബശ്ശിർ. ഈമാന്റെ ആളുകൾക്ക് നമ്മൾ പറഞ്ഞല്ലോ അവരുടെ പേര് മുബശ്ശിർ ബഷീർ ആയിട്ടാണ് അവരുടെ പേര് പറയപ്പെട്ടിരിക്കുന്നത്. സഹിഹു അന്ന മുങ്കറൻ വനക്കീറൻ ലിൽ മുഅ്മിനി വഗൈരിഹി. എന്നാൽ സഹിഹ് ആയിരിക്കുന്ന അഭിപ്രായം, സഹിഹ് അഭിപ്രായം അതാണ്, സത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കൊക്കെ ഉള്ള മലക്കുകൾ മുങ്കർ നക്കീറായിട്ട് തന്നെയാണ് വരിക എന്നുള്ളതാണ്. ഏതല്ലാട്ടെ നമുക്കത് മനസ്സിലായി. നമ്മൾ ഇനി മാറ്റണമെന്നൊന്നുമില്ല. ഇനി എന്താ
അപ്പൊ നമ്മൾ കഴിഞ്ഞില്ല മുങ്കറിനെ കീറും വാറഖീബും വാക്കഥ മുങ്കറിനെ കീറും വാറഖീബും വാക്കഥ ആതീദു മാലിക്കും വരിളുവാനുഹ്തദാ. അപ്പോ മുങ്കർ നക്കീറിന്റെ വിഷയം നമ്മൾ പറഞ്ഞു. നമ്മൾ ബാക്കി ഉസ്താദ് ഒന്നും വന്നിട്ടില്ലല്ലേ? ഉസ്താദിനെ കണ്ടോ? ഉസ്താദിനെ ആരെങ്കിലും കണ്ടോ? റൂമിലുണ്ടോ ഉസ്താദ്? റൂമിലുണ്ടെങ്കിൽ നമുക്ക് ഉസ്താദ് ഒരു മൈക്കിലേക്ക് വരണം. ഉസ്താദിന്റെ സമയം ഇട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിന് തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദ് മൈക്കിലേക്ക് വരണമെന്ന് അറിയിക്കാണ്. പിന്നെ അപ്പം നമ്മൾ നോക്കുക ഇനി എന്തെന്ന് വെച്ചാല്, മലക്കുകളുടെ ഈ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ കുറച്ച് ബാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് റഖീബ് അതീദ് മാലിക് റിദ്വാനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. മനസ്സിലായില്ലേ? കുറച്ചുകൂടി പറയണ്ട. അപ്പൊ ഇന്ന് നമ്മള് ജിബ്രീല്, മീകായില്, ഇസ്രാഫീല്, അസ്റായില്, മുങ്കർ, നക്കീർ ഈ 6 മലക്കുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നലെ എവിടെ പറഞ്ഞു വെച്ചിരുന്നത്? മലക്കുകളുടെ സ്വഭാവ ഗുണങ്ങള്, റഖീബ്, അതീദ്, മാറൂത്ത്. മലക്കുകൾ മരിക്കുമോ എന്നുള്ളതാ. അവിടെ നമ്മൾ നോക്കുക കുറച്ച് കാര്യങ്ങളും കൂടി, ലേശം കൂടി. മലക്കുകൾ മരിക്കുമോ എന്നുള്ളതാ. എന്താണ് ചോദ്യങ്ങൾ PM തന്നോളി, അത് കുറച്ചുകൂടി എടുക്കാം. മലക്കുകള് ജിന്നു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മലക്കുകള് മനുഷ്യരും ജിന്നും ഒക്കെ മരിക്കുന്നത് പോലെ തന്നെ മരണപ്പെടുകയും ചെയ്യും. അത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതാ നമ്മൾ നേരത്തെ ഓരോ ആയത്തിലുള്ളത്. വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് സുമ്മ നുഫിഖ ഫീഹി ഉഖറാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അപ്പോൾ മലക്കുകളെ സംബന്ധിച്ച്, അപ്പോൾ മലക്കുകൾ എന്ന് പറയുന്നത് ആര്യപ്പെടുന്നവരാണ്. മൻഫിസമായി, ആകാശത്തിലുള്ളവർ എന്നതിൽ ആരും പെട്ട്? മലക്കുകളും പെട്ട്. വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ആര് മാത്രം അവശേഷിക്കും? അള്ളാഹു മാത്രം അവശേഷിക്കും. അവൻ എന്നും ഒന്നും അവശേഷിക്കുന്നവരുമായിരിക്കും. ആ സമയത്ത് അള്ളാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആരാണ് ഇന്നത്തെ ദിവസം അധികാരം ആർക്കാണുള്ളത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ മറുപടി എന്താ വരുന്നത്? ലില്ലാഹ്. 3 വട്ടം ചോദിക്കുന്നു അള്ളാഹു. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ ദിവസം അധികാരമെന്ന് ലിമനിൽ മുൽക്കുൽ യൗം 3 പ്രാവശ്യം ആവർത്തിക്കുകയും പിന്നെ അള്ളാഹു തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഖഹാർ ആയിരിക്കുന്നു അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് ഉള്ള മറുപടിയും അവിടെ വരും. മനസ്സിലായില്ലേ? അപ്പോ ഈ കാഹളത്തിൽ ഊതുന്നതിന് മുമ്പ് ഏതെങ്കിലും മലക്ക് മരിക്കോ? അത് നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഖുർആനിലെ ഹദീസിലും അതിന് നമ്മൾക്ക് അറിയേണ്ട കാര്യമില്ല. അതിനെപ്പറ്റി അങ്ങനെയുള്ള വിവരം വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. ജിന്നുകളൊക്കെ മരിക്കും അല്ലെ? ജിന്നുകൾ കുറെ 600-700 ഒക്കെ വയസ്സ് ജീവിക്കുന്നു, 1000 വർഷം ജീവിക്കുന്ന ജിന്നുകളൊക്കെ ഉണ്ട്. പിന്നെ അവർ മരിക്കും. അവർ മരിക്കുന്നുണ്ട്, ജീവിക്കുന്നൊക്കെ ഉണ്ട്. മലക്കുകൾ അങ്ങനെ ഈ ഖിയാമത്ത് നാളിന് മുന്നേ മരിക്കുക എന്നുള്ള വിഷയത്തിൽ നമുക്ക് വിവരങ്ങളൊന്നും വന്നിട്ടേ ഇല്ല. പിന്നെ ഏക്കോട്ടെ, ഒരാൾക്ക് വിശ്വാസപരമായ സംശയം ചോദിക്കാനാണ്. നോക്കുക, ഇൻഷാ അല്ലാഹ് കിട്ടണമെങ്കിൽ നമുക്ക് മറുപടി പറയാം. ഒരാൾ മൈക്ക് ചോദിക്കുന്നുണ്ട്. മൈക്കിലേക്ക് വന്നോളൂ. വിഷയ സംബന്ധമായിട്ടുള്ളതല്ല, എന്നിരുന്നാലും പറയാ. മറ്റു മതസ്ഥരെടുക്കൽ സിഹ്ർ ചെയ്യാനും പാടില്ല. സിഹ്ർ ഇറക്കുന്നത് തന്നെ അനുവദനീയമാണോ അല്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മറ്റ് മതസ്ഥരെ കൊള്ള പോവാന്ന് പറഞ്ഞാൽ അവരുടെ ജ്യോത്സ്യന്മാരെടുത്തും മറ്റൊരിടത്തല്ല. അത് ഒരിക്കലും ഒരു മുസ്ലിമിന് പോകാൻ പാടില്ല. ആരെന്ത് ചെയ്താലും നമുക്ക് മുസ്ലിമീങ്ങളാ, നമുക്ക് ചില പിന്നെ നിയമവ്യവസ്ഥക്ക് അനുസൃതമായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ഇസ്ലാം അനുവദിച്ച രീതിയിലൂടെ മാത്രമേ ചലിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഹദീസ് തുടങ്ങിയതായിരിക്കുന്ന ഖുർആനിൽ ഹദീസിലൊക്കെ പറഞ്ഞ
പറഞ്ഞ രീതിയിലുള്ള ചികിത്സകൾ മാത്രമേ നമുക്ക് അനുവദനീയമാവുകയുള്ളൂ. മറ്റു മതസ്ഥരുടെ അടുക്കലോ ഇനി മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിങ്ങളുടെ പേരിൽ തന്നെ നിൽക്കുന്ന പല രീതിയിലും പല ഒരു അനിസ്ലാമികപരമായ ചികിത്സ നടത്തുന്ന ആളുകൾ അവരുടെ അടുക്കലും കൂടി പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. ആ മുസ്ലിം അടുക്കൽ എന്തായാലും പോകാൻ പാടില്ല. ജ്യോത്സ്യന്മാരുടെ അടുത്തും ബാണന്മാരുടെ അടുത്തും അതുപോലുള്ള ആയിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ പോയിട്ട് സിഹിർ ഇറക്കാനെന്നുള്ള പേരിൽ പോയിട്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല, തെറ്റാണ് എന്നുള്ള വിഷയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാണ് കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഖുർആൻ തന്നെ അതുപോലെയുള്ള ദിക്റുകൾ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് മതിയാവുന്നതാണ്. ഇനിയിപ്പോൾ ആ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പോൾ നോക്കണ്ട. അത് കാരണം അതിങ്ങനെ ഒരു നീണ്ട വിഷയമാണ്. ഇനി എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കാരണം അതൊക്കെ ആധികാരികമായിട്ട് ഇവിടെ സംസാരിക്കാനുള്ള ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ ഉച്ചക്ക് നടക്കുന്ന ഫിഖ് ക്ലാസ്സിലും അതുപോലെ തന്നെ ഉസ്താദുമാരുടെ കുമോൾ ഉസ്താദിന്റെയും കൊട്ടൂർ ഉസ്താദിന്റെ ഒക്കെ ക്ലാസ്സിൽ സംശയങ്ങളൊക്കെ ചോദിക്കാനും നിങ്ങൾ അവസരം കാണണം. ഇപ്പോൾ ഇവിടെ നടന്ന വിഷയമായിട്ടുള്ളത് ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെന്താണ്, മരിച്ച മയ്യത്തിന് വേദന ഉണ്ടാകുമോ എന്നാണ് ഒരാളുടെ സംശയം. മരിച്ച മയ്യത്തിന് വേദന ഉണ്ടാകുമോ? മരിച്ച മയ്യത്തിന് പിന്നെ വേദന ഉണ്ടാവില്ല. അത് ആത്മാവ് റൂഹിലേക്ക് വരുമ്പോഴാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മരിച്ച അതായത് ഒരു സഹാബിയെ ഒരു എതിരാളിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് പിന്നെ എനിക്ക് തോന്നുന്നു അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനാണോ സംശയമുണ്ട്. പേര് ഇനി മാറിപ്പോയെന്ന് വേറെ ആരെന്നറിയില്ല. ഏതായാലും പ്രധാനപ്പെട്ട ഒരു സഹാബിയോ താബിയോ പ്രധാനപ്പെട്ട ഒരാൾ അവരെ തൂക്കിലേറ്റി അവർ തൂക്കുമരത്തിൽ ഇങ്ങനെ കടക്കുന്നത് കണ്ടപ്പോ മറ്റൊരാൾ ഒരു സഹാബി പറഞ്ഞതാണ്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞില്ലേ, അപ്പോ മരിച്ചു കഴിഞ്ഞത് കൊണ്ട് തന്നെ ആത്മാവില്ലാത്തത് കൊണ്ട് നിങ്ങൾ ബേജാറാണ്ട, അവർ വേദന അനുഭവിക്കൂല, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ആത്മാവ് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശിക്ഷയും രക്ഷയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. എപ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവ് തിരിച്ചു വരുമ്പോഴാണ്. പക്ഷേ മയ്യത്തിന് ഹുർമത്തുണ്ട്, ഒരു ആദരവ് കൽപ്പിക്കണം. ആ ആദരവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന് നമ്മൾ ഒരു ഈച്ച മേത്ത് ശരീരത്തിൽ വീഴുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ആട്ടി അകറ്റുന്നതും അതിന്റെ മാന്യത, അതിന്റെ പവിത്രത കണക്കിലെടുത്തുകൊണ്ടാണ്. അതല്ലാതെ വേദനയാകുന്നു എന്നുള്ളതിന് ഉണ്ടോ എനിക്കറിയില്ല. നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ മരിച്ച മയ്യത്തിന് മാത്രം ആത്മാവില്ലാതെ മയ്യത്തിന് വേദനിക്കൂല. കാരണം ആത്മാവ് തിരിച്ചു വരുമ്പോഴാണല്ലോ ശിക്ഷയും രക്ഷയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വേദനയും അതിൽ പെടൂല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളത്. ഇൻഷാ അല്ലാഹ് പിന്നെ അതുമായിട്ട് കൂടുതൽ പിന്നെ വിവരമുള്ള ഉസ്താദ്മാരുണ്ടെങ്കിൽ അവർക്ക് മറുപടി പറയാവുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് എന്നുള്ള ഖബറിലെത്തിക്കഴിഞ്ഞാൽ റൂഹിനെ തിരിച്ചു വരുമ്പോൾ വേദന ഉണ്ടാകും, അല്ലാത്ത അവസരത്തിൽ വേദന ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ.